നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ കോഴിക്കോട് തടമ്പാട്ട് താഴെ ലൊക്കേഷനിലുള്ള എ മോട്ടോഴ്സിൻ്റെ ട്രൂ വാല്യൂലാണ്. തൊട്ട് മുന്നത്തെ വീഡിയോനകത്ത് നമ്മൾ ഇവിടെയുള്ള കുറച്ച് വണ്ടികൾ പരിചയപ്പെട്ടിരുന്നു. സമയപരിമിതി മൂലം മുഴുവൻ വണ്ടി കാണിച്ചിട്ടില്ല, കുറച്ച് വണ്ടികളും കൂടെ ഉണ്ട്. 2017 മോഡൽ ടിയാഗോ ഉണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. റേറ്റ് വരുന്നത് ആകെ 3.5 ലക്ഷം രൂപയ്ക്കും താഴെയാണ്. ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്കായിട്ട് 2014 മോഡൽ ഓട്ടോമാറ്റിക് സെലേറിയ ഉണ്ട്. ഇതിന് റേറ്റ് വരുന്നത് 3 ലക്ഷം രൂപയ്ക്ക് ഒരുപാട് താഴെയാണ്. ഫുൾ ലോൺ വരെ കിട്ടാൻ ചാൻസ് ഉള്ള വണ്ടിയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വണ്ടിയായിരുന്നു. 2014 മോഡൽ സണ്ണി 1,90,000 രൂപയ്ക്ക് ഏറ്റ് 2.5 ലക്ഷം വരെ ലോൺ കയറാൻ സ്കോപ്പുള്ള വണ്ടിയെന്ന് പറഞ്ഞായിരുന്നു. ബുക്കിംഗ് ആയിട്ടുണ്ട്. 2009 മോഡൽ i20 ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടിയുണ്ട്. റേറ്റ് വരുന്നത് 1,10,000 രൂപയ്ക്ക് അടുത്താണ്. ഇനിയും കുറച്ച് കിട്ടുന്നുണ്ടാവും. 2015 മോഡൽ പോളോ ഹൈലൈൻ ഫുൾ ഓപ്ഷൻ വണ്ടിയുണ്ട്. റേറ്റ് വരുന്നത് ചാൻസ് റേറ്റ് ആണ്, വെറും 4,10,000 രൂപയ്ക്ക്. ലോൺ ഏകദേശം 4.25, 4.5, 4.25 പോലെയൊക്കെ പ്രൊഫൈൽ പോലെ കിട്ടുന്ന വണ്ടിയാണ്. പുതിയ വണ്ടിക്ക് ഏകദേശം 16 ലക്ഷം രൂപയ്ക്ക് അടുത്ത് റേറ്റ് വരുന്ന ബ്രസ ഡ്യുവൽ ടോൺ ZHI സൺറൂഫ് വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഇതിനോട് റേറ്റ് വരുന്നത് വെറും 2 വർഷം പഴക്കം വന്നിട്ടേ ഉള്ളൂ. റേറ്റ് വരുന്നത് ഏകദേശം 11.5 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അടിപൊളി വണ്ടികളാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കണം. അപ്പോൾ ഒരു വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിങ് ടു ദ വീഡിയോ. മോഡൽ ഓൾട്ടോ 800 ആണ് വരുന്നത്. LX ആണോ VX ആണോ? VX ആണ് വരുന്നത്. നല്ല മഴയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ആകെ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിനാണെങ്കിൽ നിലവിൽ 2025 കമ്പനി വാറണ്ടി വരുന്നുണ്ട്. 26 വരെ ട്രൂ വാല്യൂ വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ടാവും അല്ലേ? 1 ഇയർ ട്രൂ വാല്യൂ വാറണ്ടി അടക്കം 2026 വരെ വാറണ്ടി ഉണ്ടാവും. VXI അല്ലേ ഇത്? VXI ആണ് വരുന്നത്. VXI ആവുന്നേരം 2 എയർ ബാഗ്, അതേപോലെ തന്നെ ഇൻബിൽറ്റ് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, ഇങ്ങനെ എല്ലാം കൂടെ ഏകദേശം 1 ലക്ഷം രൂപയുടെ തന്നെ പുതിയ വണ്ടിക്ക് റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. VXIയിലേക്ക് വരുന്ന നേരം റേറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇതാണെങ്കിൽ നമുക്ക് പ്രൈസ് വരുന്നത് 3.5 ആ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. കസ്റ്റമർ നേരിട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൊടുക്കാൻ പറ്റും. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ 2026 വരെ വാറണ്ടി ഉള്ള പുതിയൊരു വണ്ടി ഓൾട്ടോ എടുക്കുന്ന പോലെ തന്നെ എടുക്കാൻ പറ്റും. ന്യൂ ഷേപ്പ് വരുന്ന വണ്ടിയാണ്. വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല, വാറണ്ടി ഉള്ളതിനെ കൊണ്ടല്ലേ. ചെയ്തു വെച്ച വണ്ടിയാണ്. 2009 മോഡൽ i20 ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ട്. ഇതിനോട് റേറ്റ് ചോദിക്കുന്നത് 1,10,000 രൂപയ്ക്ക് അടുത്താണ്. പെട്രോൾ എന്നുള്ള ഫ്യൂൽ ഓപ്ഷനാണ് വരുന്നത്. ആസ്റ്റ എന്നുള്ള ഫുൾ ഓപ്ഷനിൽ ബാക്ക് സെൻസേഴ്സ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ മുതൽ ഒരു ഇതെല്ലാം പ്രീമിയം ഫീച്ചേഴ്സും വരുന്നുണ്ടോ. സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്സ് ഉൾപ്പെടെ. ഏകദേശം 1 ലക്ഷം കിലോമീറ്ററിന് അടുത്താണ് ഓടിയിട്ടുള്ളത്. 1,10,000 റേറ്റ് വരുന്നത്. റേറ്റ് ഇനിയും കുറയുന്നുണ്ടോ. അടുത്ത 2020 മോഡൽ ഓൾട്ടോ ആണ്. LX ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, കിലോമീറ്റർ വൈസ് നോക്കുകയാണെങ്കിൽ ആകെ 30,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. BS6 ഓൾട്ടോ ന്യൂ ഷേപ്പ് ആണ്. സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ടോ. പിന്നെ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരിക. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ ആകെ 30,000 ഓടിച്ചുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിനാണെങ്കിൽ വാറണ്ടി ഒക്കെ എങ്ങനെ ഉണ്ടാവും? ഇതിൽ എക്സ്റ്റൻഡ് വാറണ്ടി കസ്റ്റമർ എടുത്തിട്ടില്ല. നമ്മൾ നിലവിൽ ട്രൂവാലിന്റെ 1 ഇയർ 6 മന്ത് വാറണ്ടി ഉണ്ടാവും. ട്രൂവാലിന്റെ 6 മന്ത് വാറണ്ടിയും നോർമലി എല്ലാ വണ്ടിക്കും കാണുന്ന പോലെ തന്നെ 3 ഫ്രീ സർവീസും വരുന്നുണ്ടാവും. എല്ലാ വീഡിയോയിലും പറയുന്നതാണ് 3 ഫ്രീ സർവീസ് എന്ന് പറഞ്ഞാൽ 15,000 രൂപയുടെ അടുത്ത് തന്നെ കസ്റ്റമറിന് 4,500 രൂപയുടെ വെച്ച് ലാഭം ഉണ്ടാവും. തീർച്ചയായിട്ടും. പിന്നെ അതിന്റെ മുകളിൽ വേറെ എന്തെങ്കിലും മേജറായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ വാറണ്ടിയിൽ കവർ ചെയ്ത് പോകും, പാർട്ട് റീപ്ലേസ് ചെയ്ത് തരുന്നല്ലേ. ഓക്കെ, 2014 മോഡൽ ഓട്ടോമാറ്റിക് സെലേറിയ ഉണ്ട്. K സീരീസ് എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവും. നമ്മുടെ വാഗണാറിലൊക്കെ വരുന്ന സെയിം എഞ്ചിനാണ്. VXI എന്നുള്ള മിഡിൽ ഓപ്ഷനാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. കിലോമീറ്റർ 1 ലാഖിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, അതിൻ്റെ കൂടെ AMT ആയിരിക്കും ഗിയർ ബോക്സ് വരുന്നുണ്ടാവുക. ഇതിനോട് റേറ്റ് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2,90,000 രൂപയ്ക്ക് അടുത്താണ്. ഫുൾ ലോൺ കിട്ടാൻ വേണ്ടി ചാൻസ് ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം പ്രൊഫൈൽ ഉള്ളവർക്കായിട്ട് ഏകദേശം 13-15 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടോ. അടുത്ത 2017 മോഡൽ ടിയാഗോ എക്സെറ്റ് ആണ് വരുന്നത്. KL മലപ്പുറം രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. പെട്രോൾ ആണ്. KL 17 ടിയാഗോ എക്സെറ്റ് ആണ് വേരിയന്റ്. ഫുൾ എക്സെറ്റ് LOS വരുന്നില്ല എന്നുള്ളൂ. അതേ സമയത്ത് 17 അലോയ് വരുന്നില്ല. എക്സെറ്റിൽ വരുന്നില്ല. ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ബാക്ക് സെൻസേഴ്സ്, അതേപോലെ പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരും. 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. ഇൻബിൽഡ് സെറ്റ്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരും. ഹർമന്റെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ടാവും. അങ്ങനെ ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1 ലാഖിന്റെ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. ഓക്കെ, 2017 ടിയാഗോ അല്ലേ? 17 ടിയാഗോ. നിലവിൽ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, മേജറായിട്ട് അങ്ങനത്തെ റീപ്ലേസ് ചെയ്യാൻ. ഓണർഷിപ്പ് സിംഗിൾ തന്നെയല്ലേ? സിംഗിൾ ആയിരുന്നു. എടുക്കുന്നതൊക്കെ നിലവിൽ വർക്കൊന്നും വേണ്ടിയൊന്നും ഇല്ലല്ലോ? ഇല്ല, 1.2 ലിറ്റർ റെവട്രോൺ എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഏകദേശം മൈലേജ് 15-17 റേഞ്ചിൽ. അത്യാവശ്യം ബോഡി വെയിറ്റുള്ള വണ്ടി ആയതുകൊണ്ട് ആ റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. അതേ സമയത്ത് വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? ഇതാണെങ്കിൽ 3.50 ആണ് ചോദിക്കുന്നത്. നമുക്ക് ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ 3.50 ഫുൾ ലോൺ ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. നല്ല പ്രൊഫൈൽ കസ്റ്റമർ ഇറങ്ങുന്ന സമയത്ത് വണ്ടിക്ക് ഏകദേശം 7.50 അടുത്ത് 7.40-7.50 റേഞ്ചിൽ റേറ്റ് ഉണ്ട്. അടുത്തത് 2019 മോഡൽ എക്സ്പ്രസോ ആണ് വരുന്നത്.
VXC ആണ് ഓപ്ഷൻ വരുന്നത്. VXI ആണോ VXI പ്ലസ് എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണോ? VXC ആണ്, അല്ല VXC പ്ലസ് ആണ് കേട്ടോ. ഓക്കെ, VXI പ്ലസ് എന്ന് പറയുന്ന നേരം AC, പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, പിന്നെ വിട്ടുണ്ടോ? അല്ല, പിന്നെ സെറ്റ് വരിക നോർമൽ ടച്ച് ആണ് വരുന്നത്, ടച്ച് സ്ക്രീൻ ആണ് വരിക. ഇത്രയാണ് വ്യത്യാസം വരുന്നത്. 19 മോഡൽ വാഗണാർ, വാറണ്ടി കിട്ടുന്നുണ്ട്. ഐ മീൻ എക്സ്പ്രസോ, സിംഗിൾ ഓണർ വണ്ടിയാണ്, മൈക്രോ SUV, വാറണ്ടി വരുന്ന വണ്ടിയാണ്. 6 മാസം വാറണ്ടി, 6 month വാറണ്ടി വരും, 3 ഫ്രീ സർവീസും ഉണ്ടാവും. റേറ്റ് എങ്ങനെ വരുന്നത് അപ്പോൾ? ഇതാണെങ്കിൽ നമുക്കൊരു 3.5 റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. 2019 എക്സ്പ്രസോ അല്ലേ? അതിന് മുകളിലാണ് നമുക്ക് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, എടുക്കുന്ന നിലവിൽ വർക്ക് കാര്യങ്ങളൊന്നും പറ്റുന്നുണ്ടല്ലോ? നിലവിൽ നമ്മൾ സർവീസ് കൊടുക്കുന്ന വണ്ടിയാണ്, എല്ലാ സർവീസും ചെയ്ത് വെച്ച വണ്ടിയാണ്. എടുക്കുന്ന ഒരു കസ്റ്റമറിന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഉപയോഗിച്ചാൽ മാത്രം മതി. ഫുൾ ലോണിൽ ഒരു 3.5 ലക്ഷം രൂപ എന്ന് പറയുന്ന 5 വർഷം വരെ ലോൺ കിട്ടുന്ന നേരം ഒരു 7,000 8,000 റേഞ്ചിൽ 8,500 രൂപ അതിന് താഴെ 8,000 വരുള്ളൂ എന്തായാലും. ഓക്കെ, റേഞ്ചിൽ EMI വരുള്ളൂ. വലിയൊരു വണ്ടിയും കിട്ടും അല്ലേ? ഓൾട്ടോന്റെ വില പോലെ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി. അതിപ്പോ അടുത്ത് പോളോ ആണ് വരുന്നത്. വോൾക്സ്വാഗൻ 2015 മോഡലാണ്, KL 56 കൊയിലാണ്ട് രജിസ്ട്രേഷൻ ആണ്. ഇത് ഹൈലൈൻ ആണോ? ഹൈലൈൻ ആണ് വരുന്നത്. ഹൈലൈൻ ഉള്ള ഫുൾ ഓപ്ഷൻ ആണ്. ഡീസൽ 1.5 അല്ലേ വരിക 2015 1.5 ആണ് വരിക. വണ്ടി നിലവിൽ ലോക്ക്ഡൌൺ, പുറത്തിട്ടതിനെ കൊണ്ടാണ് വണ്ടിയൊക്കെ ലോക്ക് ചെയ്ത് പുറത്തിട്ടതിനെ കൊണ്ടാണ്. ഓക്കെ, ഫീച്ചർ സൈഡിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഡ്യുവൽ എയർ ബാഗ്, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് പ്ലസ് ബാക്ക് വൈപ്പർ, ഡീഫോഗർ, കമ്പനി ഇൻബിൽട്ട് ആയിട്ടുള്ള LOS, ABS ഇത്രയ്ക്കായിരിക്കും ഇൻബിൽട്ട് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന സാധാരണ പോളോനെ അപേക്ഷിച്ചിട്ട് മെയിൻ്റനൻസ് കുറവുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 1 lakhന്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ, ഒരു 85 ആ റേഞ്ചിൽ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് എത്ര ഉണ്ടാവും? ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ആണ് വരുന്നത്. ഓക്കെ, വേറെ മേജറായിട്ട് വേറെ റീപ്ലേസ് ചെയ്യാനൊന്നും വരുന്നില്ല. ഇപ്പൊ റേറ്റ് എത്ര വെക്കുന്നത് 2015 പോളോന്? 4 രൂപയാണ് പ്രൈസ് വരുന്നത്. നമുക്ക് അത്ര തന്നെ ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു കസ്റ്റമർ. നല്ല മുകളിൽ ലോൺ കയറും ഹൈലൈനിന്. നല്ല മുകളിൽ നല്ല പ്രൊഫൈൽ കസ്റ്റമർ അതിന്റെ മുകളിലേക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, വേറെ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അടുത്ത 2019 മോഡൽ സെലേറിയോ ZX ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. ZXക്ക് മുകളിൽ ഒന്ന് വേരിയന്റ് ഉണ്ടോ? ഇല്ല, ഏറ്റവും ടോപ്പ് ZX ആണ് എന്നുള്ളത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഇറങ്ങുന്ന മോഡലാണ്. കൺട്രോൾസ് LOS വരുന്നില്ല എന്നുള്ളൂ, LOS വരുന്നില്ല. ബാക്കി ഒരു എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. വണ്ടി നിലവിൽ ലോക്ക്ഡൌൺ. ഓണർഷിപ്പ് എത്ര ഉണ്ട്? സിംഗിൾ ആ വരുന്നത്. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ബാക്ക് ഡിക്കിന്റെ ഗ്ലാസ് എന്തോന്ന് റീപ്ലേസ് ഉണ്ട്, വേറെ ഫ്രെയിം ഒന്നും ഇല്ലല്ലോ. ഇല്ല, വേറെ മേജർ ആയിട്ടുള്ള ഒന്നും പ്രശ്നമുണ്ട്. അണ്ടർ വാറണ്ടി കൊടുക്കുന്ന വണ്ടിയാണ്. 6 month വാറണ്ടി വരും, സർവീസ് വരും. ഈ ഡിക്കിന്റെ ഗ്ലാസ് മാറിയത് ആക്സിഡന്റിൽ മാറിയാണോ അല്ലെങ്കിൽ എന്താ നമുക്ക് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നോക്കാം. പ്രോപ്പർ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്, കാര്യമായിട്ട് പ്രശ്നമൊന്നും ഇല്ല. മേജറായിട്ട് പ്രശ്നമുണ്ടോ? സ്ട്രക്ചർ ഡാമേജ് 6 മാസമാണോ 1 ഇയർ? 6 month വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ടാവും. 2019 സെലറിയോ. റേറ്റ് എത്ര വെക്കുന്നത്? ഇതാണെങ്കിൽ 460 ആണ് പ്രൈസ് വരുന്നത്. 4 ടയർ അത്യാവശ്യം പുതിയത്, 2 ടയർ പുതിയതായിട്ട് തന്നെ കാണുന്നുണ്ട്. 2 ടയർ ആവറേജ് ആണ്. ഓൾമോസ്റ്റ് 4 ടയറും നല്ല കണ്ടീഷനുള്ള ടയറാണ്. ലോൺ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ ആണെങ്കിൽ ഏകദേശം 4-4.5 ലോണും കിട്ടും. വണ്ടിക്ക് റേറ്റ് വരുന്നത് 460, കുറച്ചും കൊടുക്കാൻ പോകും. അടുത്തത് 2022 മോഡൽ എക്സ്പ്രസോ VXI പ്ലസ് ആണ് വരുന്നത്. KL 55 തിരൂരാണോ തിരൂരങ്ങാടിയാണോ? തിരൂരങ്ങാടി രജിസ്ട്രേഷൻ. തിരൂരങ്ങാടി 65 തിരൂര് സോറി. ഇത് വേരിയന്റ് ഏതാ വരുന്നത്? ഇത് VXI പ്ലസ് ആണ് വരുന്നത്. VXI പ്ലസ് എന്നുള്ളത് അന്നത്തെ ഇറങ്ങിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഡ്യുവൽ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ ആയിരിക്കും മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. നല്ല ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കസ്റ്റമർ അഡീഷണൽ ആയിട്ട്. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 60,000 കിലോമീറ്ററിനടുത്ത് ഓടിയിട്ടുള്ളൂ. മൈലേജ് നമ്മള് 1 ലിറ്റർ എഞ്ചിൻ അല്ല ഇതിന് വരിക? അതെ, 1 ലിറ്റർ എഞ്ചിനാണ്. അപ്പൊ എന്തായാലും 15-17 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ? മൈലേജും കിട്ടുന്നുണ്ടോ. അത്യാവശ്യം ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻ, ഹൈറ്റ് ഉള്ള വണ്ടിയാണ്. ചെറിയ വണ്ടിയാണ്, സിറ്റിയിലൊക്കെ കൊണ്ടുനടക്കാൻ കുറച്ചുകൂടി യാത്ര വണ്ടിയാണ്. മൈക്രോ SUV എന്നാണ് മാരുതി തന്നെ അതിനെ വിളിച്ചിട്ടുള്ളത്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ റീപ്ലേസ് ചെയ്യണമെന്നില്ല. അണ്ടർ വാറണ്ടി കൊടുക്കുന്ന വണ്ടിയാണ്. എത്ര കൊല്ലം വാറണ്ടി ഉണ്ടാവും? 6 month വാറണ്ടി വരും. 1 year വാറണ്ടി. 1 year വാറണ്ടി, 3 ഫ്രീ സർവീസ് വരുന്നുണ്ടാവും. വലിയ റേറ്റ് വരുന്നുണ്ടാവും 2022 വാഗണർ VXI പ്ലസ്? ഇതാണെങ്കിൽ നമ്മൾ 460 ആ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. നമുക്ക് നോക്കിയിട്ട് ചെറുതായിട്ട് വ്യത്യാസങ്ങളും ചെയ്ത് തീർക്കാൻ പറ്റും. ലോൺ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4 രൂപേന്റെ മുകളിൽ ലോൺ ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, അടുത്ത് വരുന്നത് 2014 മോഡല് ഡിസയർ ആണ് വരുന്നത്. ഡീസൽ ആണ് വരുന്നത്. VD ആണ് ഓപ്ഷൻ വരുന്നത്. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ഡീസൽ ഫിയാറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവും. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. അതേ സമയത്ത് വലിയൊരു മെയിൻ്റനൻസ് നാഷണൽ ഡീസൽ വണ്ടിയാണ്. KL 59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ്. ഓണർഷിപ്പ് എത്ര ഉണ്ടാവും? സെക്കൻഡ് ആണ് വരുന്നത്. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും വരുന്നില്ല. ഓടിയിട്ടുണ്ട്.
1.25 ലക്ഷം കിലോമീറ്റർ മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പോൾ? ടൈം ഇഞ്ചിൻ കഴിഞ്ഞിട്ടില്ല. ടൈം ഇഞ്ചിന്റെ സൗണ്ട് നോയ്സ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഹിസ്റ്ററി എന്തായാലും പക്കയാണ്. കമ്പനി കറക്റ്റ് ഹിസ്റ്ററി ഉള്ളതാണ്, ജെനുവിൻ കിലോമീറ്റർ ആണ്. വണ്ടി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബോഡി ഷേപ്പുള്ള വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല, ഒരു പാർട്സ് പോലും റീപ്ലേസ് ഇല്ല. എടുക്കുന്ന ഇനിയിപ്പോൾ എന്തെങ്കിലും അല്ല, ഒരു പാർട്ട് റീപ്ലേസ് ഇല്ലെന്ന് പറഞ്ഞാൽ ടയറൊക്കെ മാറ്റിണ്ടാവില്ലേ? അല്ല, ടയറല്ല, ബോഡി പാർട്സ് ആയിട്ട് അങ്ങനെ. ഓക്കെ, വേറെ ഗ്ലാസ് ബോണ്ട് ഡിക്കി അങ്ങനത്തെ ഒന്നും മാറിയിട്ടില്ല. ഓക്കെ, ഇപ്പൊ എടുക്കുന്നതൊക്കെ നിലവിൽ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടാവോ? ഇല്ല, നിലവിൽ മേജറായിട്ട് ഒരു വർക്കൊന്നും എടുക്കാറില്ല. ഇനിയിപ്പോ കുറച്ച് ഒരു 30 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ ടൈമിംഗ് ചെയ്യും മാറാണ്ടാവും, മാത്രമേ ഒരു വർക്കായിട്ട് പറയാനുണ്ടാവുള്ളൂ. റേറ്റ് എത്ര ആയിരിക്കും 2014 ഡിസൈറിന്? ആണെങ്കിൽ നമുക്കൊരു 3.25 റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. 3.25 റേഞ്ചിൽ ലോണൊക്കെ അത്ര തന്നെ കിട്ടുന്നുണ്ടാവില്ലേ? ലോണൊക്കെ നല്ല പ്രൊഫൈൽ നമുക്ക് അത്ര തന്നെ ലോണും ചെയ്യാൻ പറ്റും. ഓക്കെ, എടുക്കുന്നതൊക്കെ വാല്യൂ ഫോർ മണി ഉണ്ടോ? തീർച്ചയായിട്ടും. അനുപ അടുത്തത് 2022 മോഡൽ സ്വിഫ്റ്റ് ആണ് വരുന്നത്. KL18 വടകര രജിസ്ട്രേഷൻ ആണ്. LX ആണോ VXA അല്ലേ? ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 1 ഇയർ സർവീസ് വാറണ്ടി വരുന്നതാണ് വണ്ടി. ലോ കിലോമീറ്റർ വണ്ടിയാണ്. കിലോമീറ്റർ എത്ര? 18,000 കിലോമീറ്റർ. 18,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ചെയ്യാനൊന്നും വരുന്നില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഫീച്ചർ സൈഡിൽ ഡ്യുവൽ എയർ ബാഗും 4 ഡോർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, ABS എയർ ബാഗ്, ഇത്രയേ ഉള്ളൂ. പിന്നെ ഡിഫോഗറും വരുന്നുണ്ടാവും. നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ? ബ്രാൻഡ് ന്യൂ വണ്ടി എടുക്കുന്നവരെ തന്നെ കസ്റ്റമർ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. പുതിയ വർഷം വണ്ടി വരുന്ന നേരം പുതിയ സ്വിഫ്റ്റ് ഇവിടെ എവിടെ ഉണ്ടല്ലോ? തൊട്ടപ്പുറത്തതാ പുതിയ സ്വിഫ്റ്റ്, തൊട്ടപ്പുറത്തുണ്ട്. പക്ഷെ അത് വരുന്നത് എൻജിൻ വൈസ് നോക്കുകയാണെങ്കിൽ 3 സിലിണ്ടർ എൻജിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. പുതിയ സ്വിഫ്റ്റ് VXA വരുന്നേരം റേറ്റ് വരുന്നത് 9,500 അടുത്ത് പുതിയ സ്വിഫ്റ്റിന് റേറ്റ് വരുന്നുണ്ട്. പക്ഷെ 9,500 അടുത്ത് റേറ്റ് വരുന്നുണ്ടെങ്കിലും 3 സിലിണ്ടർ ആണ് വരുന്നുണ്ടാവുക. ഇത് 4 സിലിണ്ടർ എൻജിനാണ്. അതേ സമയത്ത് ഇത് ഇറങ്ങുന്ന സമയത്ത് ഇതിന് പുതിയ വണ്ടിക്ക് ഏകദേശം 8.25 താഴെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ആ റേഞ്ചിലാണ് പ്രൈസ് വന്നത്. ഇനി ഇതിന് ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ ആണെങ്കിൽ മാക്സിമം നമുക്ക് 7.5 വരെയൊക്കെ നമുക്ക് ലോൺ 7.5 ലോൺ കിട്ടും. ഇല്ല, 7.5 നമുക്ക് 6.5 വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, റേറ്റ് എത്ര വയ്ക്കുന്നത് 2022 സ്വിഫ്റ്റ് 18,000 ഡിസംബർ വണ്ടിക്ക്? 7 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നത് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നമുക്ക് കസ്റ്റമർ നേരിട്ട് വരാൻ നോക്കിയിട്ട് ചെറിയ വ്യത്യാസങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് 2022 മോഡല് ZXi പ്ലസ് ന്യൂ ഏജ് ബ്രസിയാണ് വരുന്നത്. KL18 വടകര രജിസ്ട്രേഷൻ ആണ്. പ്ലസിലേക്ക് വരുന്ന സൺറൂഫ് വരുന്ന മോഡലാണ്. വരുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്, പ്രൊജക്ടർ ഹെഡ് ലാംപ്സ്, അങ്ങനെ ഒരു നല്ല പ്രീമിയം ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. 360 ക്യാമറ അടക്കം വരുന്ന വണ്ടിയാണ്. ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ടാവും. അതെ അതെ, വണ്ടി ലോക്ക്ഡ് ആണ്. സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ടോ? സീറ്റ് വെന്റിലേഷൻ ബ്രസയിൽ വരുന്നില്ല. ഗ്രാൻഡ് വിത്താറ അങ്ങനത്തെ മോഡൽസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC ഇങ്ങനെയുള്ള പ്രീമിയം ഫീച്ചേഴ്സും വരുന്നുണ്ടോ? അതെ അതെ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ? കിലോമീറ്റർ ആണ് ആകെ 28,000 കിലോമീറ്റർ ഓടി. ഹൈബ്രിഡ് ആണോ വരുന്നത്? ഹൈബ്രിഡ് ആണ് വരുന്നത്. അപ്പൊ ഏകദേശം 20 അടുത്ത് മൈലേജ് കിട്ടും. മൈലേജ് തീർച്ചയായും കിട്ടും. റേറ്റ് എത്ര വയ്ക്കുന്നത്? റേറ്റ് ആണെങ്കിൽ 11.25 വരുന്നത്. നമുക്ക് അതിലും കുറച്ച് കൊടുക്കാനും പറ്റും. ഓക്കെ, വാറണ്ടി 1 ഇയർ ആയിരിക്കും വരുന്നുണ്ടാവും. നിലവിൽ ഇതിന് എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ട്. 5 വർഷത്തിൽ എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട്. പ്ലസ് നമ്മൾ ട്രൂവലിന്റെ 1 ഇയർ വാറണ്ടിയും. ചുരുക്കി പറഞ്ഞാൽ 2027 വരെ വാറണ്ടി ഉണ്ടോ? ഓൾമോസ്റ്റ് 27 വരെ വാറണ്ടി ഉണ്ടാവും. പുതിയ വണ്ടിക്ക് ഏകദേശം 15.25 പ്ലസ് വരുന്നുണ്ട്. വാറണ്ടി അടക്കുമ്പോൾ 15 രൂപേന്റെ മുകളിൽ വരും. ലോൺ എത്രത്തോളം പറയാൻ പറ്റുന്നുണ്ടാവും? ലോണാണ് ഏകദേശം ഒരു 10 രൂപേന്റെ മുകളിലായിട്ട് എന്തായാലും നമുക്ക് ലോൺ കിട്ടും. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് അനുവിനെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ, അതേപോലെ തന്നെ ഷോറൂമിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കമന്റ് ബോക്സിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ടാവും. ഇത്രയാണ് വീഡിയോയിൽ പറയാനുള്ളത്. ചാനൽ ഇഷ്ടപ്പെടാതെ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോൾ സൈനിങ് ഓഫ്. അഡിയോസ്.